സൗമ്യതയുള്ള വിപ്ലവകാരിയായിരുന്നു യേശുക്രിസ്തു. വിപ്ലവം എന്നത് രക്തരൂക്ഷിതമായിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ യേശു കൊണ്ടുവന്ന വിപ്ലവം എന്ന് പറയുന്നത് രക്തരൂക്ഷിതമായിരുന്നില്ല, കരുണയുടെ, സ്നേഹത്തിൻ്റെ, മനുഷ്യ മനസ്സുകളിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ലോകം ഗുരു എന്ന പദം നൽകി അങ്ങേയറ്റം ചേർത്ത് പിടിച്ചത്. ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ആ സാഹചര്യങ്ങളെ എല്ലാം തന്നെ അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു വശത്ത് പള്ളിയിൽ വന്ന് ആരാധനകളിൽ സംബന്ധിക്കുകയും ക്രിസ്തുവിൻ്റെ സന്ദേശം ഏറെ നെഞ്ചേറ്റി മടങ്ങിപ്പോകുന്നതുമൊക്കെ നമ്മൾ കാണുമ്പോഴാണ് മറുവശത്ത് ആ ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതിനെ അപലപിക്കാതിരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സന്ദേശം അതിനെ അതേപടി പ്രചാരം നേടിയിട്ടുള്ള ആ സന്ദേശത്തെ അതിനെ അതേപടി മനുഷ്യ മനസ്സുകളിലേക്ക് പകർന്നു നൽകുന്നതിൽ ഏതൊരാൾക്കും പ്രത്യേക താല്പര്യം ഉണ്ടാകേണ്ടതാണ്. അവിടെ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമായി സ്വീകരിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ക്രിസ്തു ലോകത്ത് വിപ്ലവം കൊണ്ടുവന്നത് മനുഷ്യ മനസ്സുകളിലാണ്. ആ മനുഷ്യ മനസ്സുകളുടെ ഉരുത്തിരിയുന്ന വിപ്ലവം അവരനെ സ്നേഹിക്കാനും അന്യനെ സഹായിക്കാനും ഇല്ലാത്തവന് കൊടുക്കാനുമൊക്കെയാണ്. ആ സന്ദേശമാണ് വാസ്തവത്തിൽ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതിനെ ആർക്കും എതിർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മറിച്ച് മതപരിവർത്തനം എന്ന പേരിൽ പലരും കാട്ടിക്കൂട്ടുന്നത് വികൃതമായ ഒരു ക്രിസ്തീയവൽക്കരണമാണ്. അതിനെ എതിർക്കപ്പെടേണ്ടതുമാണ്, എതിർക്കുന്നത് തെറ്റുമല്ല. എന്നാൽ സ്വീകരിക്കുന്ന മാർഗം അത് എത്രമാത്രം ശരിയാണ് എന്നുള്ള ഒരു പരിശോധന ആവശ്യമാണ്. ഇന്നിപ്പോൾ ക്രിസ്തു മതത്തെ സ്വാധീനിക്കാൻ, ക്രിസ്തു മതാനുയായികളെ സ്വാധീനിക്കാൻ, തെറ്റുകൾ തിരുത്താൻ തങ്ങൾ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സ്വാധീനങ്ങളൊന്നും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല എന്നത് നാം മറക്കാതിരിക്കണം. ഈ പരമ്പര ഞാൻ തുടർന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എന്താണ് ക്രിസ്തു? എന്തിനാണ് ക്രിസ്തുമതം? ഏതാണ് ശരി? ഏതാണ് തെറ്റ്? ഇതൊക്കെ ഞാൻ ഇതിലൂടെ എൻ്റെ ചെറിയ അറിവനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എതിരഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അത് അറിയിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.